നമുക്ക് കാണുവാനുള്ള കണ്ണുകളുണ്ട്, പക്ഷേ കാണേണ്ടത് കാണുന്നില്ല. കേൾക്കുവാനുള്ള കാതുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. കാതുള്ളത് കൊണ്ട് തന്നെ പലതും കേൾക്കുന്നു, എന്നാൽ ആ കേട്ടതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഉള്ളിൽ ആരുമില്ല. തീർച്ചയായും കണ്ണുള്ളത് കൊണ്ട് പലതും കാണുന്നുണ്ട്, എന്നാൽ കണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനകത്ത് ആരുമില്ല. അതിനാൽ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുകയും കാതുകൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കപ്പെടുന്നില്ല. ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും നാം ഉരുണ്ടു വീഴുന്നു. ഓരോ കാൽവെപ്പിലും നാം എന്തെങ്കിലും തെറ്റുകൾ വരുത്തുന്നു. എന്നിട്ടും നാം വിചാരിച്ചു കൊണ്ടിരിക്കുന്നു നാം ബോധവാന്മാരാണെന്ന്. അതിനാൽ അബോധത്തിൽ നിന്നും നാം ഉണരുക, ചുറ്റുപാടും നിരീക്ഷിക്കുക. നിരീക്ഷണം നടത്തുമ്പോൾ ഒരു വ്യക്തത ഉയർന്നു വരുന്നു. നിങ്ങൾ എത്ര കണ്ട് നിരീക്ഷണം നടത്തുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ ധൃതി കുറഞ്ഞു വരുന്നു. കൂടുതൽ ശാലീനത നിങ്ങളിൽ വന്നു ചേരുന്നു. കലവില കൂട്ടുന്ന മനസ്സ് അതിൻ്റെ കലവില കുറക്കുന്നു. കാരണം കലവില കൂട്ടുന്ന മനസ്സ് ഇപ്പോൾ മാറി വരികയും അത് നിരീക്ഷണമായി തീരുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണത്തിലൂടെ താങ്കൾക്ക് ജീവിത ലക്ഷ്യം കണ്ടെത്താനും സാധിക്കുന്നു. ജീവിത ലക്ഷ്യം ഒരിക്കൽ നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ജീവിത വിജയം നിങ്ങൾക്ക് സുരക്ഷിതമായി കഴിയുന്നു. ബോധപൂർവമായ ഒരു പരിശ്രമം ഇതിനാവശ്യമാണ്. നാം ജാഗ്രതയിലാണെങ്കിൽ നമ്മുടെ അകം ഉണരണമെങ്കിൽ, അതിലൂടെ ജീവിത ലക്ഷ്യത്തെ കണ്ടെത്തണമെങ്കിൽ സമ്പൂർണമായ ശ്രമം ആവശ്യമാണ്. അല്പമാത്രം ചൂടായ വെള്ളം ആവിയാകുന്നില്ല. 100 ഡിഗ്രി ചൂടിൽ തിളച്ച് മറിയുമ്പോൾ പരിവർത്തനം സാധ്യമാകുന്നു. 100 ഡിഗ്രി ചൂടിൽ തിളക്കുന്ന വെള്ളം രാസമാറ്റത്തിലൂടെ ആവിയായി മാറുന്നു. അങ്ങനെ മാറിയ ആവി മുകളിലേക്ക് ഉയരുന്നു. നിങ്ങളുടെ കണ്ണുകളെയും ചെവിയെയും പ്രകൃതിയിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളിലേക്കും അതിലെ അത്ഭുതങ്ങളിലേക്കും ഫോക്കസ് ചെയ്ത് നോക്കൂ. അത്ഭുതകരമായ ചില സംഗതികൾ അവയിൽ നിങ്ങൾക്ക് ദർശിക്കാനാകും. ഈ ദർശനം, ഈ ചിന്ത, ഈ നിരീക്ഷണം നിങ്ങളുടെ അകക്കണ്ണ് തുറപ്പിക്കും. അനിശ്ചിതമായ ജീവിതത്തെ അത് നിശ്ചിതമാക്കും. കാരണം നിരീക്ഷണം വഴി നിങ്ങളുടെ മനസ്സ് നിശ്ചിതത്വം പ്രാപിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ഒരുപാട് നേടിയെടുക്കാനുണ്ട്. ആ നേടിയെടുക്കാൻ നാം ശ്രമിക്കുക. ഈ ഒരു ടോപ്പിക് നാം ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി